you. അപ്പം കേപ്പ് ടൗൺ പോലെയുള്ള വലിയ ടൗണുകളിൽ നിങ്ങൾ വരുമ്പോൾ ഇതുപോലെയുള്ള ബസ്സുകളിലൊക്കെ ആയിരിക്കും നമ്മൾ റൈഡ് പോകുന്നത് കൂടുതലും. പക്ഷേ അതിന് വ്യത്യസ്തമായി കേപ്പ് ടൗണിൽ പുതിയതായിട്ട് ഇവിടുത്തെ ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഒരു പുതിയ ട്രാവൽ മോഡാണ് എൻ്റെ പുറകിൽ കാണുന്നത്, ദ വാട്ടർ ഫ്രണ്ട് ഡക്ക്. ഇതൊരു ഡക്ക് ഷേപ്പിലുള്ള, ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാണിക്കാം. അപ്പം ഞങ്ങൾ കേപ്പ് ടൗണിലെ ഫാമിലിയോടൊപ്പം പുതിയ ഒരു ജേണി നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ എപ്പിസോഡ്. കേപ്പ് ടൗണിലെ പുതിയൊരു ട്രാവൽ മോഡിൻ്റെ എപ്പിസോഡിലേക്ക്, ബിയോണ്ട് ദ ബോർഡറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കേപ്പ് ടൗൺ ടേബിൾ ടോപ്പിൻ്റെ ഫേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് വാട്ടർ ഫ്രണ്ടിൽ തന്നെയാണ്. നമുക്ക് ബിയോണ്ട് ദ ബോർഡറിന് കുറച്ചധികം ഗസ്റ്റ് ഉണ്ട്. എന്നെ ഒന്ന് പരിചയപ്പെടുത്താവോ? അതെ, വെൽക്കം ടു കേപ്പ് ടൗൺ. പറ. ശോശ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ്. അവർ കേപ്പ് ടൗൺ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ പരിപാടി ഇതാണല്ലോ, ഇവിടെ വരുന്നവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക, അവിടെ സ്ഥലങ്ങളെ കൊണ്ട് കാണിക്കുക എന്നുള്ളതാണല്ലോ ബിയോണ്ട് ദ ബോർഡറിൻ്റെ ജോലി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏതൊക്കെയാലും ഇവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഈ റൈഡൊന്ന് നമ്മുടെ ഓഡിയൻസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എന്തിനാ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇവരും വന്നിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ അടിപൊളിയായിട്ട് കാണാം. സാൻസിയ, നീ എങ്ങനെയാണ് ഈ കോസ്റ്റ്യൂമൊക്കെ സെറ്റാക്കി വന്നത്? മാജിക് പവർ ഉണ്ടല്ലേ. അപ്പം ഞങ്ങൾ ഈ റൈഡ് ഇപ്പം തന്നെ തുടങ്ങുവാണ്. ഇത് 1 hour സ്റ്റാർട്ടിങ് ഉള്ള റൈഡാണ്. അപ്പോൾ നമ്മൾ കരയിലും വെള്ളത്തിലും ഇറങ്ങാൻ പോവുക അല്ലേ? എനിക്ക് തോന്നുന്നത് ഇതുവരെ നമ്മൾ ഇതുവരെ വെള്ളത്തിലേക്ക് ഇറങ്ങും അല്ലേ? ഈ ലെവൽ വരേക്ക് നമ്മൾ കടലിൻ്റെ അടിയിലേക്ക് ഇറങ്ങി പോകും അല്ലേ? ആ, വീൽസ് റോൾ ചെയ്യും. അന്നേരം വീൽസ് കൂടാതെ തന്നെ നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ പ്രൊപ്പല്ലറുണ്ട്. ഈ പ്രൊപ്പല്ലറാണ് ബോട്ടായിട്ട് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്തെ ഫെസിലിറ്റീസൊക്കെ നമുക്ക് കാണിക്കാം. ഇതിൻ്റെ അകത്തെ ഫെസിലിറ്റീസ് നമ്മളിങ്ങനെ കയറുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും പേർക്ക് ഏകദേശം ഒരു 40 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമാണ് ഉള്ളത്. ഒരു ബസ്സിൻ്റെ ടെക്നോളജിയും സെയിം വേ നമുക്ക് ബോട്ടിൻ്റെ ഫെസിലിറ്റിയും കൂടെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് കാണാൻ സെൻട്രലാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ബോട്ടിൻ്റെ ഓപ്പറേഷൻ സിസ്റ്റവും ബസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സെയിം ആയിട്ടാണ് വരുന്നത്. ലൈഫ് ബോട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക്, there is music as well, na? Yeah, you are going to create a party vibe. Yes. Okay. എന്നിട്ട് എങ്ങനെയുണ്ട് കേപ്പ് ടൗൺ? വെതറൊക്കെ ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ? നമുക്ക് ഏതൊക്കെയാലും ഇതൊന്നും നമുക്ക് എൻജോയ് ചെയ്തിട്ട് വരാം അല്ലേ? ഇതൊരു നമുക്ക് മുമ്പിലാണെങ്കിലും നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഒരു ബസ്സിൻ്റെയും ബോട്ടിൻ്റെയും കൂടെ കൂടിയ ഷേപ്പാണ്. ബസ്സിലുണ്ടായ ബോട്ട് എന്ന് പറയാം അല്ലേ? അതുപോലെ ഇരിക്കുന്നു അല്ലേ? ഉള്ളിലാണെങ്കിലും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഡ്രൈവിംഗ് സീറ്റ് സെൻറ്ററിലാണ്. നമ്മൾ സാധാരണ ബസ്സിലൊക്കെ ആണെങ്കിൽ റൈറ്റ് സൈഡിലോ അല്ലെ ലെഫ്റ്റ് സൈഡിലോ അല്ലേ വരുന്നത്. ഇത് സെൻട്രലിയാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് വരുന്നത്. എന്നാണെങ്കിലും നല്ല വെതർ. ടേബിൾ മൗണ്ടൻ്റെ ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ടേബിൾ മൗണ്ടൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡക്കിൻ്റെ നമ്പർ നോക്കിയത് ഡക്ക് 1 VP എന്ന് പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ നമ്പർ വരുന്നത് കേട്ടോ. Hello bro, are you going to be our rider? What do you call? You are the captain. Conductor actually, I'm the conductor. Conductor. Okay, conductor. Tell me more about this ride. So this is Bella. She is our one and only duck. Not only is she Cape Town's first duck, but she's Africa's first duck. She's the only bus in the world that can go on the water. Only bus in Africa in the world that can go on the water. Today, we'll be taking you to see the beautiful Victoria and Alfred waterfront. And then we'll take you in the water, go past some very expensive, beautiful boats, go out into the harbour and see some smelly seals and learn about the waterfront and the harbour and just how important it is to Cape Town. But most importantly, we'll be having fun, so be sure to tag along and come visit the waterfront duck. Thank you. And all together, this ride, how long is the ride together? Altogether, it's 1 hour. We'll do 20 minutes out on the land and then spend the rest of the 40 minutes enjoying a nice, gentle cruise out on the harbour. And that is where we'll learn about the rest of Cape Town. We are excited, eh? Lovely to have you on board. Thank you. Alright, well feel free to hop on and I'll scan your ticket. അപ്പം ഇതാണ് നോർമൽ ആയിട്ടുള്ള മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ.
അതായത് റെഡ് ബസ്. സൗത്ത് ആഫ്രിക്ക കേപ്പ് ടൗൺ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡ് ബസ്സിൽ പോവാം. ഇതുണ്ട് റെഡ് ബസ്. ഇവിടെ വന്ന ആൾക്കാരെ, വാട്ടർ ഫ്രണ്ടിൽ നിന്ന് ആൾക്കാരെ എടുത്തിട്ട് നേരെ ടേബിൾ മൗണ്ടൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത് നമുക്ക്. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് സീറ്റ് എടുത്തു, അധികം ക്രൗഡില്ല. സോ ലെറ്റ്സ് ഗോ. So conductor is coming to examine the ticket. Yeah, 100%. ഓക്കെ, ഇതാണ് നമുക്ക് ടിക്കറ്റ് ഇവർ തരുന്നത്. ഇതിന് കോസ്റ്റ് വരുന്നത് ഏകദേശം ഒരു 1200 രൂപയാണ് നാട്ടിലെ വരുന്നത്. പക്ഷേ നമുക്ക് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ടിക്കറ്റ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ നിങ്ങൾ സീറ്റൊക്കെ പിടിച്ച് അടിപൊളി. ഇതുണ്ട് ഇവിടെ വേറെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇനി അഥവാ മുങ്ങണമെങ്കിൽ വെള്ളത്തിൽ ചാടണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ഇതുണ്ട്. Sian, are you excited? So it was a surprise, അല്ലേ? You want to do this one for long time, but this is the first time. And ഇന്ന് ഏതെങ്കിലും വെതറൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല പ്ലസന്റ് വെതറാണ്. ഇച്ചിരി ചൂടും ഇച്ചിരി തണുപ്പും എല്ലാം കൂടി നല്ല അടിപൊളി വെതറാണ്. പിന്നെ നമുക്ക് ഇവരെ കൊണ്ട് നടന്ന് കാണിക്കാനുള്ള ഒരു ആഗ്രഹം കൂടെ ആകുമ്പോൾ നമുക്ക് കേപ്പ് ടൗണിൽ വരുന്നവരെ കൂടുതൽ സ്ഥലങ്ങൾ കാണിക്കുക, പുതിയ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കാണിക്കുക, ഇതൊക്കെയാണല്ലോ നമ്മുടെ ആഗ്രഹം. അതുപോലെ തന്നെ ഈക്വലി നാളെ ഇവരെ നമുക്ക് റെഡ് ബസ്സിൽ കയറ്റി ഒന്ന് റൈഡ് എടുപ്പിക്കണം, അല്ലേ? സെയിം റെഡ് ബസ് കണ്ടില്ലേ ഇവിടെ അവരുടെ ഒരു പിക്കപ്പ് പോയിന്റ് ആണ്. ഇപ്പോൾ ഈ വാട്ടർ ഫ്രണ്ട് വരുന്നവർക്ക് ഇവിടെ വന്ന് കയറാൻ പറ്റും. അപ്പോൾ അതും ഒരു നമുക്ക് ഇവിടെ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ്. പിന്നെ ഇതിപ്പോൾ ഒരു യുണീക്ക് ആയതുകൊണ്ട് നമ്മൾ ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ആണ്. അതെ, ഇത് സെൻട്രലി അവരിവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ വാട്ടർ ഫ്രണ്ട് എന്ന് പറയുന്നിടത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല. പിന്നെ നല്ല ബാക്ക്ഗ്രൗണ്ടിൽ ടേബിൾ മൗണ്ടൻ്റെ നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റും. അപ്പം ഞങ്ങൾ മുമ്പിൽ തന്നെ ഇരിക്കുന്നത് കേട്ടോ, ഏറ്റവും ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ ഇതിൻ്റെ എപ്പോഴും നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നത് ഇതെങ്ങനെ ബോട്ടാവും, ഇതെങ്ങനെ ബസ്സാവും എന്നുള്ളതാണ്. ഡക്കായി മാറുന്നത് എങ്ങനെയാണെന്നാണ് ഉള്ളതാണ്. അപ്പം സെൻറ്ററിലാണ് ഇതിൻ്റെ സ്റ്റിയറിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾ, കൺട്രോൾസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ബസ്സാകുമ്പോൾ ഇവിടെ ആക്സിലേറ്ററും ബ്രേക്കും ഒക്കെ താഴെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ആക്സിലേറ്ററും ബ്രേക്കും ഒക്കെ. സെയിം ടൈം നമ്മൾ ബോട്ടാകുമ്പോഴേക്കും ബോട്ടിൻ്റെ ഹാൻഡിൽ ലിവർ, അതായത് ഒരു ക്യാപ്റ്റൻ്റെ മോഡിലേക്ക് മാറും, അല്ലാത്തപ്പോൾ ഡ്രൈവർ മോഡിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ സീറ്റ് ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. Sitting on this side to avoid the sun, but eventually the sun is going to come on this side, so eventually you guys are going to have to sit on the side. You don't have to move now. അപ്പം കടലിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ഈ ടൗണിൻ്റെ വാട്ടർ ഫ്രണ്ടിൻ്റെതായ ബ്യൂട്ടി എല്ലാം കാണിച്ചു തരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ ഈ ഗൈഡ് ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓരോ ബിൽഡിങ്ങിൻ്റെ വാല്യൂവും ഏത് വർഷങ്ങളിലാണ് പണിതത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ അക്വേറിയം കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടുത്തെ ജെയിൻറ്റ് വീൽ, അതായത് നമുക്ക് ഒരു ടൗണിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റുന്ന പോലത്തെ നല്ല ജെയിൻറ്റ് വീൽ ഇവിടെ തന്നെ ഉണ്ട്. ടൗണിൽ തന്നെ വാട്ടർ ഫ്രണ്ടിനോട് ചേർന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ആയിട്ടാണ് വാട്ടർ ഫ്രണ്ടിനെ അറിയപ്പെടുന്നത്. നല്ല സൂപ്പർ റെസ്റ്റോറൻറ്റുകൾ, ബീച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോട്ടൽ സമുച്ചയങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനുശേഷം നമുക്ക് ഏതൊക്കെയാലും കണ്ടക്ടറുടെ കൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നമുക്ക് മുന്നോട്ട് പോകാം. Parents and associates of said children, I will bring you these life jackets and I'll let you know when to put them on. If they aren't your children but they are sitting next to you, you don't have to. ഇനി നമുക്ക് ഇവൻ എങ്ങനെയാണ് ബസ് മാറി ബോട്ടാവുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഇവൻ കടലിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ അമ്മോ ഇത് താഴോട്ട് ഇറങ്ങാൻ പോവാണല്ലോ, ദൈവമേ മുങ്ങി പോവല്ല എന്നുള്ളത്. ബോട്ട് എന്ന് പറയാൻ പറ്റില്ലല്ലോ, ബസ്സല്ലേ. ബസ് മുന്നോട്ട് എടുത്തു. അപ്പം നമ്മുടെ കണ്ടക്ടർ, ഡക്ക് എന്നുള്ള ബേസിലാണ് കണ്ടക്ടർ എന്ന് പറയുന്നത് പുള്ളി. അപ്പോൾ പുള്ളി വന്ന് സേഫ്റ്റി എക്യുപ്മെന്റിനെ കുറിച്ചും ലൈഫ് ജാക്കറ്റ് എങ്ങനെയാണ് ഇടേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഒരു ഗൈഡൻസ് ഒക്കെ തരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് പുള്ളി ഈ കേപ്പ് ടൗണിനെ കുറിച്ച് ഉള്ള എക്സ്പ്ലനേഷൻ ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ കേപ്പ് ടൗണിന്റെ കാര്യം പറയുമ്പോൾ ഒരു സന്തോഷ വാർത്ത, നിരന്തരമായി സഞ്ചരിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കൊരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഇതാണ്. കേപ്പ് ടൗൺ വീണ്ടും വേൾഡ് ബെസ്റ്റ് ബ്യൂട്ടിഫുൾ ടൗൺ ആയിട്ട് 2025 ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ടൗൺ ആയിട്ട് കേപ്പ് ടൗൺ വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പം അതിനുള്ള കാരണം വേറെ ഒന്നുമല്ല, വളരെ ഒരു പക്ഷേ ഇതിരിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കും. ഈ ഒരു സൈഡിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കടല്, അതിനപ്പുറത്ത് ടേബിൾ മൗണ്ടൻ പോലത്തെ ഒരു ലോകാത്ഭുതം, പിന്നെ ഇങ്ങനെ ഈ ടൗണിൻ്റെ പ്രത്യേകത, പിന്നെ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ വാല്യൂ, അതായത് ഇത് എവിടെയാണ് ലോകത്തിൽ ഇരിക്കുന്ന പൊസിഷൻ, ഇതെല്ലാം കൂടെ കൊണ്ടായിരിക്കും വീണ്ടും ഇത് തിരഞ്ഞെടുക്കുക. പിന്നെ ഇവിടെ നന്നായിട്ട് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ കാണാൻ വരുന്ന യാത്രകൾ എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇത് ആഫ്രിക്ക തന്നെയാണോ എന്ന് ചോദിക്കുന്ന സിറ്റുവേഷൻ ഞാൻ ഒത്തിരി പ്രാവശ്യം ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇപ്പോഴെങ്കിലും കേപ്പ് ടൗൺ കാണാൻ ആഗ്രഹിക്കുന്ന പക്ഷം ഒന്നും ഡൗട്ട് അടിക്കേണ്ട,
നേരെ ബിയോണ്ട് ദ ബോർഡറിൻ്റെ കൂടെ പോന്നേക്കുക. ഇപ്പം ഇവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേപ്പ് പോയിന്റും കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പും ഒക്കെ പോയി അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തു. പിന്നെ സിഗ്നൽ ഹില്ല്, ടേബിൾ മൗണ്ടന്, പിന്നെ ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈൻയാർഡുകൾ, പിന്നെ എന്താ പറയുക, മൗണ്ടൻ വേണമെങ്കിൽ മൗണ്ടൻ, ബീച്ചസ് വേണമെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലിഫ്റ്റൺ ബീച്ച് പോലത്തുള്ള ബീച്ചസ്, പിന്നെ വൈൽഡ് ലൈഫ് വേണമെങ്കിൽ അത്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവരിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവരുമായിട്ടുള്ള യാത്ര ചെയ്യുമ്പോഴും എല്ലാം ഒന്നും വീഡിയോ ആക്കുന്നില്ല. ഇതിപ്പം ഡക് ഡക് എന്ന് പറയുന്ന ഇവർ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡ് മാത്രം, ഇതിൻ്റെ ഒരു കൗതുകം, അതായത് ഈ ഒരു ബസ്സായിട്ട് പോകുന്നു, അതിന് ശേഷം ഈ ബോട്ടാവുന്ന ആ ഒരു കൗതുകം ഉണ്ടല്ലോ, ഇപ്പോൾ കടലിലേക്ക് ഇറങ്ങുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കൗതുകമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ കര വിട്ട് വെള്ളത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്ന ഇവിടുത്തെ ലക്ഷറിയസ് ആയിട്ടുള്ള ഹോട്ടലുകളൊക്കെയാണ് ഈ അപ്പുറം ഇപ്പുറമൊക്കെ കാണുന്നത്. നല്ല വളരെ മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകൾ, വാട്ടർ ഫ്രണ്ടിൻ്റെ മനോഹാരിത. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ നമ്മൾ ഈ കാണുന്ന ഈ പോകുന്ന ബോട്ടുകളൊക്കെ ചിലതൊക്കെ ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് പാർട്ടികൾ, നമുക്കിപ്പോൾ ഇവിടെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഒരു ബർത്ത്ഡേ പാർട്ടി വേണമെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു കമ്പനിയുടെ, ഇപ്പം വരുന്ന ടൂറിസ്റ്റുകൾക്ക് വാട്ടർ ഫ്രണ്ടിൽ ഒരു റൈഡ് എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള റൈഡുകളൊക്കെ ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഈ കാണുന്ന ആംബിയൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. തൊട്ടു പുറകിൽ തന്നെ നമ്മുടെ ടേബിൾ മൗണ്ടൻ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ കടലിൽ നിന്ന് അതിൻ്റെ ഒരു ലോങ് ഡിസ്റ്റൻസ് വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇതിന് പ്രത്യേക ഒരു ആംഗിളാണ്. ഈ കടലിൽ നിന്ന് നോക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ആ ടേബിൾ മൗണ്ടൻ്റെ ഫുൾ ഒരു ഭംഗി കാണാൻ പറ്റും. ഇവിടെ സീലുകളെ കാണാനുള്ള അവസരം ഇഷ്ടംപടിയുണ്ട്. നമ്മുടെ തൊട്ട് ചേർന്ന് സീല് കിടപ്പുണ്ട്. ഇവനെ നമുക്ക് തൊട്ടടുത്ത് കയറാം. ഇവന്മാരിങ്ങനെ എന്താ പറയുക, ടൂറിസ്റ്റുകൾക്ക് കാണാൻ കണക്കാക്കി ഈ വാട്ടർ ഫ്രണ്ടിനോട് ചേർന്ന് തന്നെ പല സ്ഥലങ്ങളിലും നമുക്ക് സീലിനെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ബോട്ടിലിരിക്കുമ്പോൾ നമ്മുടെ അടുത്തോട്ട് കാണാൻ പറ്റുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇവിടുത്തെ ക്ലോക്ക് ടവറാണ്. അങ്ങനെ ഞങ്ങൾ റൈഡ് പൂർത്തിയാക്കി മെല്ലെ വെള്ളത്തിൽ നിന്ന് കരയിലോട്ട് കയറുക. നമുക്ക് ടയറൊക്കെ വീണ്ടും ലാൻഡിൽ ഗ്രിപ്പായി. അപ്പോൾ ബോട്ട് മാറി ബസ്സായി മാറുന്ന അവസ്ഥയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും വന്ന വഴികളൊക്കെ താണ്ടി ടൗണിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ട് വീണ്ടും ഒരു റൈഡ് എടുക്കും. കരയെക്കൂടെ ഒരു റൈഡും കൂടെ എടുത്തിട്ട് നമ്മൾ കയറി ആ സ്പോട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന യാത്രയാണ് ഇനിയുള്ളത് കേട്ടോ. എന്നാണെങ്കിലും ഇവർ നമുക്ക് ഫ്രീ ആയിട്ട് ടിക്കറ്റ് തന്ന് പിന്നെ ബിയോണ്ട് ദ ബോർഡറിലൂടെ ആളുകളിലേക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ, ഈ ഒരു ട്രാവൽ മോഡ് കേപ്പ് ടൗൺ വരുമ്പോൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണ്. അത് നിങ്ങളിലേക്കും കൂടി എത്തിക്കാനായിട്ട് അവരെനിക്കൊരു അവസരം തരുവാണ്. അപ്പോൾ ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് സെൽഫ് ഡ്രൈവ് ആയിട്ട് ഈ പറഞ്ഞ പോലെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ റെഡ് ബസ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. നിങ്ങൾ സെൽഫായിട്ട് വരുന്നവരാണെങ്കിൽ ഒക്കെ. പക്ഷേ അതിനൊക്കെ നമുക്ക് സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ടൂറിസ്റ്റുകൾക്കാണ്, ഇപ്പോൾ നമ്മൾ ഇവിടെ ടൗണിൽ നിന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ടൂറുകൾക്കാണ് അങ്ങനെയുള്ള സൗകര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്. അതുപോലെ തന്നെ നേരത്തെ ഒരു അക്വേറിയം നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടിരുന്നു. അതൊക്കെ നമുക്ക് ഈ ടൗണിനെ ചുറ്റിപ്പറ്റിയുള്ള ടൂറിസമാണ്. അതല്ലാതെ നമുക്ക് എന്തെങ്കിലും ഇന്നർ ലാൻഡുകളിലൊക്കെ പോകണം, അല്ലെങ്കിൽ അത്ര ഇവിടെ വണ്ടി ഓടിച്ച് സെൽഫ് ഡ്രൈവിംഗ് ഒക്കെ അത്ര നല്ല ഏരിയ അറിയത്തില്ലാതെയൊക്കെ വരുമ്പോൾ ചെറിയ റിസ്ക് ഇൻവോൾവ് ഉണ്ട്, ആഫ്രിക്കയുടേതായ റിസ്ക് ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നിങ്ങളൊന്നും പേടിക്കേണ്ട, നമ്മളെ വിളിച്ചാൽ മതി. അപ്പം എന്നാണെങ്കിലും നമുക്ക് ഇവരുടെ അഭിപ്രായം നോക്കാം. ശോശയും നിതീഷ് ഹാപ്പിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. അപ്പോൾ അവർ നമുക്ക് കുറച്ച് ഇവരുമായിട്ടൊരു താങ്ക്സ് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഈ എപ്പിസോഡ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. എനിക്കാലും നിങ്ങൾ കേപ്പ് ടൗണിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇവിടുത്തെ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ചെറിയ ഇതുപോലെയുള്ള എപ്പിസോഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ള പക്ഷം ഞാൻ തുടർന്നുള്ള ദിവസങ്ങളിലും ഇങ്ങനത്തെ എപ്പിസോഡുകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം വീണ്ടും നമ്മൾ കരയിലേക്ക്, എത്ര നേരം വെള്ളത്തിലായിരുന്നു, അപ്പോൾ കരയിലേക്ക് നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെക്കുവാണ്. നമ്മുടെ കണ്ടക്ടറുമായിട്ടുള്ള സെൽഫി സെക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. I just want to say bye to him and small tip from him. Thank you. It's nice hosting us. Thank you so much. It's a pleasure riding with you guys, and we are welcoming again. 100%. Every day, Monday to Sunday, we are here and ready for you. Love your stuff. Thank you. Thank you so much for coming by, guys. Really enjoy your day. Thank you. കണ്ടോ, എല്ലാവരും ഫോട്ടോ ഫ്രെയിം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക.